ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 5ാം T20 ഇന്നായിരുന്നു. കാത്തിരുന്ന് അങ്ങനെ സഞ്ജുവിനെ കളിക്കാൻ ഒടുവിൽ ഇറക്കിയിരിക്കുകയാണ്. പിന്നെ പരുക്ക് കാരണം സഞ്ജുവിനെ ഇന്ന് കളിക്കാൻ ഇറക്കിയത്. സഞ്ജു ഇന്ന് മികച്ച ബാറ്റിംഗാണ് ഇറക്കിയത്. 22 പന്തിൽ നിന്ന് 37 റണ്ണെടുത്ത് മികച്ച രീതിയിൽ സഞ്ജു ബാറ്റിംഗ് ചെയ്ത് വരുമ്പോഴാണ് സഞ്ജു ഔട്ടായത്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 5ാം T20 വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം. അതിനും ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ കായിക വാർത്തകളിലേക്ക് പോകാം. നേടിയ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. സഞ്ജുവും അഭിഷേക് ശർമ്മയാണ് ഇന്ത്യക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടുപേരും അടിച്ചു തകർക്കുകയായിരുന്നു. ഇന്നത്തെ ഇന്ത്യയുടെ ഓപ്പണർമാർ വന്നപ്പോൾ ഇന്ത്യയുടെ ഓപ്പണിംഗ് സഖ്യം ആദ്യമായിട്ട് ഈ പരമ്പരയിൽ ക്ലിക്കായി. സഞ്ജു രണ്ട് സിക്സും 4 4 വൈഡ് 37 റണ്ണാണ് 22 ബോളിൽ നിന്ന് അടിച്ചു കൂട്ടിയത്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ 34 റണ്ണും എടുത്തു. പിന്നീട് വന്നത് തിലക് വർമ്മയാണ്. സഞ്ജുവും ഗ്രീസിൽ ഒന്നിച്ചപ്പോൾ അഭിഷേക് ശർമ്മ ഇട്ട് കൊടുത്തിട്ട് പോയ ആ മൊമെന്റം കൊണ്ടുപോകാൻ ഇരുപേർക്കും സാധിച്ചു. 97 നിൽക്കുമ്പോൾ സഞ്ജു പുറത്തായി. പിന്നീട് വന്ന സൂര്യ 5 ബോളിൽ നിന്ന് 5 റണ്ണെടുത്ത് ഫോം ഔട്ടായി വീണ്ടും നിരാശപ്പെടുത്തി. പിന്നീട് വന്ന ഹാർദിക് പാണ്ഡ്യ ഇന്ന് മാച്ച ടച്ചിങ്ങിലായിരുന്നു, മാച്ച ഫോമിലായിരുന്നു. സ്റ്റേഡിയത്തിൻ്റെ 4 ദിക്കിലും അടിച്ചു പറത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഹാർദിക് പാണ്ഡ്യ തെലുങ്ക് റണ്ണൗട്ട് ആവുകയായിരുന്നു. ഇന്ത്യൻസിൻ്റെ അവസാനം തെലുങ്കും ഹാർദിക്കും ഉള്ള 197 റണ്ണിൻ്റെ പാർട്ണർഷിപ്പാണ് ഇന്ത്യയെ ജയിപ്പിച്ചത്. പിന്നീട് സൗത്ത് ആഫ്രിക്ക ബാറ്റിംഗ് തുടങ്ങി. സൗത്ത് ആഫ്രിക്കയുടെ ഓപ്പണർമാരും മികച്ച രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഡീകോക്കാണ് മികച്ചു നിന്നത്. ഡീകോക്ക് 65 റണ്ണെടുത്ത് ഇന്ത്യയെ ഒന്ന് വിറപ്പിച്ചു. ഇന്ത്യൻ വളരെ തലങ്ങും വിലങ്ങും പായിക്കാൻ തുടങ്ങി. ഒടുവിൽ ജസ്കുമാറയുടെ ബോളിൽ ജസ്കുമാർ തന്നെ പിടിച്ചാണ് ഡീകോക്കിനെ പുറത്താക്കിയത്. ഡീകോക്ക് പുറത്തായപ്പോൾ പിന്നെ ദക്ഷിണാഫ്രിക്കൻ നിലയിൽ ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പിന്നെ മില്ലർ ചെറുത്തു നിന്നെങ്കിലും ഒടുവിൽ മില്ലറെ വീഴ്ത്തി ബുംറ ഹാർദിക് പാണ്ഡ്യ തിരിച്ചടിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.